ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എൻ്റെ കൂടെ ഈ കുരിപ്പിനെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഒരു ഔട്ടിങ് പ്ലാൻ ചെയ്തതാണ്. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ റമദാനൊക്കെ അല്ലേ, അപ്പോൾ അങ്ങനെ പുറത്ത് പോകാനൊന്നും പറ്റില്ല. അങ്ങനെ രണ്ടാളും പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ കുറേ ആയി, ഞാനും ഇവളും വേറെ വേറെ ഡ്യൂട്ടി ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണാതെ തന്നെ കുറേ ആയി. അപ്പോൾ പിന്നെ ഒന്ന് കാണാമെന്ന് കുറേ ആയി പറയുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവൾ വന്നതാണ്. ഇത് രണ്ടാളും ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ പുറത്തോട്ട് പോയത്. അപ്പോൾ എടുത്ത വ്ളോഗാണ്. R&B ബ്രാൻഡിൻ്റെ ഈ ഡ്രസ്സ് കണ്ടിട്ട് ഈ കുരിപ്പ് എന്താ പറയുന്നതെന്നൊന്ന് കേട്ട് നോക്കിക്കേ. അല്ല, സംഭവം അങ്ങനെയൊക്കെ തോന്നും, എന്നാലും മീഷോൻ്റെ ഡ്രസ്സാന്നാ പറഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കണ്ടപ്പോൾ അത് വേണം. കുട്ടികളെക്കാളും നാളെ നോമ്പായിക്കൊണ്ട് നാളെ നോമ്പായോണ്ട് ഇന്നെല്ലാം തിന്ന് തീർക്കണമെന്നാണ് അവൾ പറയുന്നത്. അന്നും കാര്യമാക്കണ്ട, കുറച്ചൊക്കെ ബുദ്ധി കുറവാണേ. അത് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ലൈം കുടിച്ചു. എന്നിട്ട് ട്രെൻഡ്സിലൊന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി. അവിടെ അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ലാത്ത. പിന്നെ ഈദിൻ്റെ ഒക്കെ കുറേ ആൾക്കാരിങ്ങനെ നോമ്പിന് മുമ്പ് തന്നെ ഡ്രസ്സ് എടുത്ത് വെക്കൂലേ, അങ്ങനെ കുറേ മോളിലാണെങ്കിൽ മൊത്തത്തിൽ തിരക്കുണ്ടായിരുന്നു. ഓൾ ഈ ബാഗ് എടുത്തിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുന്നുണ്ട്. മംഗല കൈക്ക് സഫ്രി മാപ്പിള വാങ്ങി തരും. അതൊക്കെ ഒരു വാല്യൂ ഇല്ലടാ. സ്വന്തമായിട്ട് നീ കുറെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ട് വാ. സാലറി ആണ്. ഒരൊറ്റ സാധനം മേടിക്കില്ലെങ്കിലും സിസിയിലെ എല്ലാ ഷോപ്പും, സിസിയിലുള്ള മൊത്തം ഷോപ്പും കയറി ഇറങ്ങാണ്ട് വീട്ടിൽ പോകാത്ത ഒരേ ഒരു സാധനം എന്ന് പറഞ്ഞാൽ സഫ്രി. സഫ്രി 5 പൈസേന്റെ സാധനം മേടിക്കില്ല ഗൈസ്. ഇല്ല ഗൈസ്, ഓളുടെ ഡാഡി റിച്ച് ആണ് ഗൈസ്. ഓളിപ്പോ ഒരു മിനിമം ഒരു 10,000-20,000 ഒക്കെ ഷോപ്പിംഗ് ചെയ്യും ഗൈസ്. തള്ളി ഫോണ് വീഴാറായി ഗൈസ്. ഓഫർ കണ്ടാൽ അപ്പം സ്റ്റക്കാവും. അതാണ് ഇവളുടെ പ്രത്യേകത. ബൈ ടു ഗെറ്റ് 1 ഫ്രീ. 6 സാധനം നല്ലില്ല. ദിസ് ഈസ് ക്വൈറ്റ് ഗുഡ്. You have no choosy. It's not good. എന്തോ ഒന്ന് കണ്ടിട്ട് മേടിക്കാനിപ്പോ ബഡ്ജറ്റ് ഇല്ലാത്തതിന് കരച്ചിലാണ് ഗൈസ്. അതിന് കുറച്ചതിന്റെ ഒന്നുമില്ല, കുറവിന്റെ ഒന്നുമില്ല. നോക്കണതൊക്കെ ഭയങ്കര ടോപ്പ് എന്താണ്. അങ്ങനെ ഫൈനലി നമ്മുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനിലായ സുഡിയോ ആണ് ഗൈസ്. എങ്ങനെ പോയാലും ലാസ്റ്റ് വന്ന് സുഡിയോയിൽ തന്നെയാണ് നമ്മൾ. സോ വാട്ട്, ലെറ്റ്സ് ഫ്രണ്ട്സ്. വീണ് ഗൈസ്. ഞാൻ ജാറിക്ക ഈ സിറ്റി സെൻറ്ററിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ സുഡിയോ. താഴെ ഇറങ്ങിയിട്ട് ഒന്ന് റോഡ് ക്രോസ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ സുഡിയോയിൽ പോയി. സുഡിയോയിൽ അത്യാവശ്യം കളക്ഷൻ ഉണ്ടായിരുന്നു, എന്നാലും അത്രയ്ക്കങ്ങ് പറയാൻ മാത്രം ഒന്നും ഇല്ലായിരുന്നു. ഓൾറെഡി നമ്മൾ കണ്ട പോലെ തന്നെ കളക്ഷൻസ് ആയിരുന്നു. പിന്നെ ചെരുപ്പൊക്കെ കുഴപ്പമില്ല, ഇങ്ങനത്തെ ഹീൽസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. 499, 399 ഒക്കെ. പിന്നെ പെരുന്നാൾ സീസൺ ആയതുകൊണ്ടായിരിക്കും അവിടെയൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ചെരുപ്പിൻ്റെ സെക്ഷനിലൊക്കെ. പിന്നെ ചെരുപ്പ് കണ്ടാൽ ഒരുമാതിരി പ്രാന്തളയത് ഇളകിയ പോലെയാണ്. എല്ലാ ചെരുപ്പും കിട്ട് നോക്കും.
ആൾക്ക് ചെരുപ്പിനോടൊക്കെ ഒരു ക്രേസ് ഉള്ളതാണ്. പിന്നെ ഷൂസ് അങ്ങനെ കുറേ ഉണ്ട് സ്റ്റുഡിയോ. പിന്നെ നിങ്ങൾക്കറിയാലോ 1000 ബിലോ ഓൾമോസ്റ്റ് നല്ല പ്രോഡക്റ്റ്സ് കിട്ടും. ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ചാൽ എങ്ങനെ ടൈം പോകുന്നില്ല കേട്ടോ. എത്ര പെട്ടെന്ന് സമയം കടന്നു. ഇത് പിന്നെ ഓൾറെഡി നമ്മൾ ഈവനിങ് ഇറങ്ങിയത്, സ്റ്റിൽ നല്ല ഫാസ്റ്റായിട്ട് ടൈം അങ്ങ് കടന്നു. പിന്നെ അവിടെ കുറച്ച് ഈ ആക്സസറീസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കി. കുഴപ്പമില്ല, ഓരോന്നൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതൊക്കെ എന്താ, പിന്നെ സ്റ്റഡ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഈ കീ ചെയിനില്ലേ, ഇതിപ്പോൾ സ്റ്റുഡിയോക്കാർ വന്ന് ഒക്കെ ആക്രി സാധനങ്ങളൊക്കെ വിൽക്കാൻ തുടങ്ങിയ പോലെ അവസ്ഥ. എന്തൊക്കെയോ ഉണ്ട്. മുമ്പൊന്നും സ്റ്റുഡിയോയിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വാച്ച് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ക്യൂട്ട് ലുക്ക് ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ ബാഗ് അങ്ങനത്തെ കുറേ. ഈ ചെരുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ബ്രൗൺ കളർ നല്ല ക്യൂട്ട് ഉണ്ടായിരുന്നു. കാലിട്ട് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് ആ ബ്രൗൺ കളർ ചെരുപ്പ്. പെരുന്നാളാകുമ്പോൾ ഒന്നും കൂടി വരണം. ഓൾറെഡി ഡ്രസ്സ് എടുത്തതാണ് പെരുന്നാൾക്കുള്ളത്. എന്നിട്ടും ഓരോന്ന് പിടിച്ചിട്ട് ഇതെങ്ങനെയുണ്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും കൊള്ളൂല, അവിടെ വെച്ചിട്ട് വന്നു, ഓൾറെഡി നിൻ്റെത് കഴിഞ്ഞല്ലേ. പിന്നെ അവിടെ ക്രോപ്പ് ടോപ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ. ഇത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ കളക്ഷൻസ് കാണുന്നത്. നല്ലൊരു ക്യൂട്ട് ലുക്ക് ഉണ്ടായിരുന്ന സെറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സെറ്റ്, ആ താഴെയുള്ള പാൻറ്റ് അതിൻ്റെ സെറ്റാണ്. അങ്ങനത്തെ കുറച്ച്. പിന്നെ ആസ് യൂഷ്വൽ മറ്റേ മാക്സി ഡ്രസ്സസ്, പിന്നെ കുർത്തീസ് അങ്ങനത്തെ ഒക്കെ 299, 399, 499 ഒക്കെ. ഈ കളറില്ലേ, മസ്റ്റർഡ് യെല്ലോ ഈ യെല്ലോ എന്തോ ഒരു ഭയങ്കര ഒരു ക്യൂട്ടല്ലേ ഈ കളറ്. ആർക്കായാലും നല്ല ചേരും. നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഒരു ഹൈലൈറ്റായിട്ട് തോന്നിക്കുന്ന കളറല്ലേ. ഇതിട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും ആ കുർത്തി. പിന്നെ അവിടെ ഈ പെർഫ്യൂംസിൻ്റെ ഒക്കെ കുറച്ച് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ പുതിയതാണ്. മുമ്പുണ്ടായിരുന്നത് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. കുറേ കൊല്ലമായി സെയിം ബോട്ടിൽ കാണുന്നു. ഇതിപ്പോൾ കുറച്ച് ക്യൂട്ട് ബോട്ടിൽസ് ഒക്കെയാണ്. നീ എന്താ വരുന്നില്ല? ബോയ് ഫ്രണ്ട് ഇല്ലാത്ത സിംഗിൾ ആയതുകൊണ്ട് ബോയ് സെക്ഷനിൽ വരാത്ത മൊറട്ട് സിംഗിൾ ഗൈസ്. കുട്ടി മൊറട്ട് സിംഗിളാണ്. ബോയ് സെക്ഷനിൽ പോയിട്ട് നോക്കാ പറയുമ്പോൾ ആള് പറയാ ഞാൻ വന്നിട്ട് യൂസ് ഇല്ല, കൊടുക്കാൻ ആളില്ല. ആരെങ്കിലും ഈ കുട്ടിയോട് താല്പര്യം തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഗൈസ്. കുട്ടി ഇങ്ങനത്തെ ടീഷർട്ടൊക്കെ മേടിച്ചിരുന്നതാണ്. പിന്നെ അവിടെ നിന്ന് ഓളെ ട്രോളിക്കൊണ്ട് കുറച്ച് നടന്ന് കുട്ടികളുടെ സെക്ഷനിലൊന്ന് പോയി. ഇത് കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഉണ്ടായിരുന്നു. കുറച്ച് ഫ്രോക്കൊക്കെ കണ്ടു പുതിയത്. ഇൻഷാനെ കൂട്ടിയിട്ട് വരണം. ഓക്ക് ഞാൻ എടുത്താൽ സൈസ് കറക്റ്റ് ആവില്ല. ഞാൻ കൊണ്ടുപോയി നോക്കും, ഒന്നേൽ ചെറുതായിരിക്കും അല്ലെങ്കിൽ വലുതായിരിക്കും. അങ്ങനെ ഓളെ കൊണ്ടുവന്നാലേ സെറ്റ് ആവുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചതാണ്. നെക്സ്റ്റിന് റഷാനും കൂട്ടിയിട്ട് വരാമല്ലോ. ഈ യെല്ലോ ക്രോപ്പ് ടോപ്സൊക്കെ നല്ല ക്യൂട്ട് ഉണ്ടായിരുന്നു കാണാൻ. കുറച്ചധികം യെല്ലോ കളക്ഷൻസ് കണ്ടു ഇപ്രാവശ്യം സ്റ്റുഡിയോയിൽ. എന്താ സംഭവം എന്നറിയില്ല. ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇത് ഞാൻ മിഞ്ഞാന്ന് ഓൾറെഡി നോക്കി വെച്ചതാണ്. പക്ഷെ ക്ലോത്ത് എന്തോ അത്രയ്ക്ക് അങ്ങൊന്നും സെറ്റാവുന്നില്ല. പാറ്റേണൊക്കെ കൊള്ളാം. കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്യൂട്ട് ഉണ്ടാവും കാണാനായിട്ട്. പിന്നെ ടീഷർട്ട്സ് അങ്ങനത്തെ ഒക്കെ കുറേ ഉണ്ടായിരുന്നു. ബോയ്സിൻ്റെ ഒക്കെ നല്ല കളക്ഷൻസാണ്. ഞാൻ മിഞ്ഞാന്ന് ഒരു പ്രാവശ്യം വന്നതാണ്. അപ്പം ഞാൻ ടീഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടീഷർട്ടാണ്. പിന്നെ സ്റ്റുഡിയോയിൽ മാംഗ്ലൂർ പോയ ആൾക്കാർക്ക് അറിയാം, ഈ ലിഫ്റ്റ് അണ്ടർ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു 2 കൊല്ലം എന്തോ ആയി. ഇവരിത് നന്നാക്കാനായിട്ടാണോ ഇനി വെറുതെ ഇട്ടേക്കാണോ എനിക്കറിയില്ല. നമുക്ക് നമ്മുടെ മെയിൻ ലക്ഷ്യം ഫുഡ്. നാളെ തൊട്ട് നോമ്പായോണ്ട് എന്തായാലും ഫുഡാണ് ഗൈസ്. നെഗറ്റീവ് കമന്റ് വരാൻ സാധ്യത. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോ ഒന്ന് പോവാണ് ഗൈസ്. തിരിച്ച് നമ്മൾ ഇതിൽ കൂടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സ്റ്റുഡിയോന്റെ പുറത്ത് തന്നെയാണ് സിറ്റി സെന്റർ. അങ്ങനെ ഞങ്ങൾ അവിടെ പോവാണ്. റോഡ് സൈഡ് ഞങ്ങൾക്ക് ചപ്പൽ എടുത്തിട്ട് പോവാ. ഒരു ചപ്പൽ മേടിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട്
വീട്ടിൽ പോകും. അതാണ് നെക്സ്റ്റ് പ്ലാൻ. നാളെ മുതൽ ഓള് സ്വാലിയത്തായ പെൺകുട്ടിയാവാൻ പോവാണ് ഗൈസ്. സോലിയത്തായി ബ്ലീസി പറഞ്ഞു. സ്വാലിയത്തായി ബ്ലീസ. മൊത്തം ബൈക്ക് അതുകൊണ്ട് തെണ്ടി തിരിഞ്ഞു. പിന്നെ ഈ ഷൂസ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയിട്ട് ഈ പാറ്റേണിൽ ആ കളറിൽ ഈ പാറ്റേണില്ലേ ഇങ്ങനെ തിരിച്ചും മറിച്ചും അവൻ്റെ അടുത്ത് കുറേ ചോദ്യം ചോദിച്ചിട്ട് ഓളിറങ്ങി. അവിടെ നിന്ന് മേടിച്ചില്ല ഗൈസ്, വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ്. പിന്നെ നമ്മൾ നേരെ തിരിച്ച് ഫുഡ് കോർട്ടിലേക്ക് തന്നെ വന്നു, സിറ്റി സെൻറ്ററിൻ്റെ ഫുഡ് കോർട്ടിലേക്ക്. അവിടുന്ന് ഹെവി ആയിട്ടൊന്നും കഴിച്ചിട്ടില്ല, കാരണം ഞാൻ ലഞ്ച് കഴിച്ചത് ലാബിൽ നിന്ന് ലഞ്ച് കഴിച്ചത് തന്നെ ഒരു 3:30 ആ ടൈമിനാണ്, ഇറങ്ങുന്ന സമയത്തായിരുന്നു. കുറച്ച് ബിസി ആയതുകൊണ്ട്. ഗൈസ് ഫൈനലി our dream destination. ഫുഡ് കോർട്ടാണ് ഗൈസ് ഓളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ. എന്ത് റെഡിയായി കറക്റ്റ് ടൈമിൽ അവർ ജ്യൂസ് അടിച്ച് തന്നതറിയോ. സപ്ലയർ ഗൈസ് എന്തോ സ്പെഷ്യലാന്ന് പറഞ്ഞിട്ട് അവന് അവിൽ മിൽക്ക് ഞങ്ങളെ കൊണ്ട് മേടിപ്പിച്ചു. പക്ഷേ വലുതായിട്ടൊരു സ്പെഷ്യൽ എനിക്ക് തോന്നിയില്ല. സ്പെഷ്യലുണ്ട്, കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു, അത് മാത്രമേ സ്പെഷ്യലുള്ളൂ അതിൽ. പിന്നെ ചിക്കനിൽ നിന്ന് ഒരു മിനി കോംബോ മേടിച്ച് ഷെയർ ചെയ്ത് കഴിച്ച്, അത് കുഴപ്പമില്ല, ചിക്കൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചാറ്റ്സ് കഴിക്കാണ്ട് എന്ത് ഔട്ടിങ്, ചാറ്റ്സ് മസ്റ്റല്ലേ. അപ്പോൾ ഇത് സിറ്റി സെൻറ്ററിൽ തന്നെ ഉള്ളതാണ്, നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ. എപ്പോൾ വന്നാലും ഞാൻ കഴിക്കും. അവിടെ നിന്നൊരു സേവ് പൂരി മേടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചിട്ട് ഓൾറെഡി നമ്മൾ 7:30 ആവാറായി ടൈം. വേഗം വീട്ടിലെത്തിയില്ലെങ്കിൽ പിന്നെ വീട്ടിൽ കയറാനുണ്ടാവില്ല. അങ്ങനെ അവിടുന്ന് നേരെ ഇറങ്ങി വീട്ടിൽ പോയി. ഇനി വേറൊരു വ്ളോഗായിട്ട് ഞാൻ വരാം. പക്ഷേ നോമ്പായതുകൊണ്ട് അങ്ങനെ ടൈമുണ്ടാവില്ല, ഡ്യൂട്ടിയിലാവുന്നതുകൊണ്ട്. പിന്നെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പണി അതൊക്കെ ആയിട്ട് പറ്റുന്ന പോലെ എന്തെങ്കിലും ഷൂട്ട് ചെയ്തിട്ടിടാം. ഓക്കെ, ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.